എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയാണ് കാണിക്കുന്നത്. അലീനയാണെങ്കിൽ ബാലചന്ദ്രന് വാതിൽ തുറന്നു കൊടുക്കുക. അപ്പോൾ ബാലചന്ദ്രൻ അകത്തേക്ക് വന്നു. അകത്ത് നിന്നിട്ടും കൈ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ അലീന ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ അലീനയോട് ബാലചന്ദ്രൻ ചോദിക്കുക, നീ കഴിച്ചോ മോളെ? ഞാൻ കഴിച്ചിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് കരുതി. അതെന്താ കഴിക്കാത്തെ? വിശന്നൊന്നും ഇരിക്കണ്ട, നന്നായിട്ട് ആഹാരം കഴിക്കണം. ഇവിടെ ഇരിക്കുന്നവരൊന്നും വിശന്നിരിക്കാറില്ല കേട്ടല്ലോ. ശരി എന്നും പറഞ്ഞുകൊണ്ട് അലീന തലയാട്ടുകയാണ്. അല്ല അമ്മയോടെ? അമ്മ അകത്തുണ്ട്, മുത്തശ്ശി കിടക്കുക. ആണോ? ശരി ശരി. അങ്ങനെ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുക. ചമ്മന്തിയും മോരുകറിയൊക്കെ കൊടുത്ത് നമ്മുടെ ബാലചന്ദ്രൻ അങ്ങനെ കഴിക്കുന്നത് നോക്കി നിൽക്കുക അലീന. അപ്പോൾ ബാലചന്ദ്രൻ ആ ഭക്ഷണം വായിലോട്ട് വെച്ചതും വല്ലാത്തൊരു നല്ല ടേസ്റ്റ്. ബാലചന്ദ്രന് എന്ത് പറയണമെന്നറിയില്ല. വായിലേക്ക് വെച്ച ഭക്ഷണം മുഴുവനുമായിട്ട് ഇത്രയും നാളും ചവച്ചറക്കാറില്ല, വിഴുങ്ങുക ചെയ്യുന്നേ. ഇന്നത് ആസ്വദിച്ച് ചവച്ച് നന്നായിട്ട് കഴിക്കുക. അതിനുശേഷം ഈ ചമ്മന്തി മോരുകറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, ഇതൊക്കെ നീ എവിടുന്ന പഠിച്ച മോളെ എന്നും. അത് കേട്ടതും നമ്മുടെ അലീന ബാലചന്ദ്രനെ അതിശയത്തോടെയും അത്ഭുതത്തോടെയും ഇങ്ങനെ നോക്കി നിൽക്കുക. അതല്ലെങ്കിലും തനിക്കറിയായിരുന്നു, പക്ഷെ അച്ഛൻ്റെ വായിൽ നിന്നും ഒരു വാക്ക് കേൾക്കണം, അങ്ങനെ അതിനു വേണ്ടിയാ ഞാൻ കാത്തു നിന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അലീന ബാലചന്ദ്രനെ നോക്കുക. അപ്പോൾ ബാലചന്ദ്രൻ വിചാരിക്കുക, ഈ പെങ്കൊച്ചൻ തന്നെ ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുന്നേ, ഇവളാണെങ്കിൽ ഒന്നും പറയുന്നുമില്ലല്ലോ എന്നും ആലോചിച്ചുകൊണ്ട്, നീ ഇതൊക്കെ എവിടെ നിന്നാണ് പഠിച്ചേ? ഞാൻ തന്നെ പഠിച്ചതാ, ആരും പഠിപ്പിച്ചൊന്നും തന്നിട്ടില്ല. പിന്നെ ഇടയ്ക്കൊക്കെ സ്നേഹനികേതനത്തിൽ കഞ്ഞിയും പയറും ചമ്മന്തി ഉണ്ടാക്കാൻ അറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. നന്നായി. എന്തായാലും ഇനി എപ്പോഴും ഭക്ഷണം കഴിക്കാൻ ഞാൻ ഉച്ചയ്ക്ക് വരും. എനിക്ക് ഭക്ഷണം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ കാലത്തെ ഭക്ഷണം സൂപ്പറാന്ന് വൈജ പറഞ്ഞത് സത്യമാണല്ലേ? അത് കേട്ടതും അത് സത്യ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ കാലത്തും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തന്നെ പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ ഭയങ്കര സന്തോഷത്തോടെ കഴിക്കുക. ഇനി എന്തെങ്കിലും വേണോ? വേണ്ട മോളെ, മതി, വയറ് നിറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ കഴിച്ചുകൊണ്ടിരിക്കുക. ഹോ, ഇത്രയും നാളും ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന ചേച്ചി ഉണ്ടായിരുന്നല്ലോ, കുഞ്ഞുമോൾ ചേച്ചി. ഭക്ഷണമൊക്കെ നന്നായിട്ട് വയ്ക്കും, പക്ഷെ എന്നാലും ഇത്ര രുചിയൊന്നും ഉണ്ടായിരുന്നില്ല. നിന്നെയും ഭക്ഷണം ഉണ്ടാക്കാൻ വെച്ചപ്പോൾ ഞാൻ കരുതിയത് കുളവാക്കുന്ന. കുഞ്ഞുമോളെ പറഞ്ഞു വിട്ടത് ഒരു അഹങ്കാരത്തോടെയാണ് വൈജ. അതുകൊണ്ട് കുഞ്ഞുമോളെ പറഞ്ഞു വിട്ടതിൻ്റെ പേരിൽ ഞങ്ങൾ വിശന്നിരിക്കേണ്ടി വരുമെന്ന് ചിന്തിച്ചു. പക്ഷേ ഇപ്പം മനസ്സിലായി, ഒരിക്കലും വിശന്നിരിക്കേണ്ടി വരില്ല. നീ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം നല്ല രുചിയുള്ള ഭക്ഷണം വയറ് നിറച്ച് കഴിക്കാൻ പറ്റും എന്നും. അതൊക്കെ കേട്ടതും അലീനയുടെ മനസ്സൊക്കെ നിറഞ്ഞു. അലീന അവിടെ നിന്ന് സന്തോഷത്തോടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചിന്നുമോളെയാണ്. ചിന്നുമോൾ ഇങ്ങനെ ഉമ്മറത്ത് കാത്തിരിക്കുക. അപ്പോൾ സിസ്റ്റർ അങ്ങോട്ട് ചെല്ലുക. ആഹാ, ചിന്നുമോൾ എന്താ ഇവിടെ ഇരിക്കുന്നേ? ചിന്നുകുട്ടി ആരെങ്കിലും കാത്തിരിക്കുകയാണോ എന്നും ചോദിക്കുക. കാത്തിരിക്കുക. ആരെയാ മോള് കാത്തിരിക്കുന്നേ? അത് അലീന ആൻറ്റിയും രേവതി ആൻറ്റിയും. ഓ, അവർ രണ്ടുപേരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? കേക്ക് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവരെന്താ വരാത്തേ എന്നും സിസ്റ്ററിനോട് ചോദിക്കുക. കേക്ക് കിട്ടിയില്ല എന്നാ പറഞ്ഞേ, കേക്കും കൊണ്ടേ വരൂ. അവർ വരുമ്പോൾ മോൾക്ക് നിറയെ കേക്കും ചോക്ലേറ്റും എല്ലാം മേടിച്ചുകൊണ്ട് വരൂ കേട്ടോ എന്നും പറയാം. മേടിച്ചുകൊണ്ട് വരട്ടെ, ഞാനിവിടെ കാത്തിരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചിന്നുമോൾ അവിടെ കാത്തിരിക്കുക. വേറൊരു സിസ്റ്റർ വരും. എന്താ സിസ്റ്ററെ? പാവം രേവതിയെയും അലീനയെയും കാത്തിരിക്കുക എന്നാ പറയുന്നത്. മോള് ഇത്രയും ദിവസം സഹിച്ചു നിന്നല്ലോ. ചില സമയത്ത് ഓർമ്മ വരുമല്ലോ, കുഞ്ഞുങ്ങളല്ലേ, അവരുടെ മനസ്സിലേക്ക് കടന്നു വരും അവരൊക്കെ. കാരണം ജനിച്ചപ്പോൾ മുതൽ കാണുമല്ലേ രേവതിക്കുട്ടിയെയും അലീനയെയും. അതുകൊണ്ട് നല്ല സങ്കടം ഉണ്ടാവും. ഇപ്പോൾ അവരെ കാണാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് മോളിപ്പോൾ കാത്തിരിക്കുന്നത്. സാരമില്ല കേട്ടോ, ഇപ്പോൾ വരും മോളുടെ അലീന ആൻറ്റിയും രേവതി ആൻറ്റിയും. അവർ രണ്ടുപേരും വന്ന് മോൾക്ക് നിറയെ സമ്മാനം തരൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചിനെ ഇങ്ങനെ സമാധാനിപ്പിക്കുക. ഇത് കേട്ടതും ചിന്നുമോൾക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഇത്രയും ദിവസമായിട്ട് അവർ വന്നില്ലല്ലോ. അപ്പോൾ ചിന്നുമോൾ ചോദിക്കുക, എന്താ ഇത്രയും നാളും രേവതി ആൻറ്റിയും അലീന ആൻറ്റിയും വരാത്തത്? അവർ വരും മോളെ. രേവതി ആൻറ്റി അലീന ആൻറ്റിയും എന്നെ വിളിച്ചിരുന്നു, സിസ്റ്ററോട് പറഞ്ഞു മോളെ എന്തായാലും കൊണ്ടുപോകാൻ വരുമെന്ന്. ആണോ? ഉറപ്പായിട്ടും വരുമോ? ഉറപ്പായിട്ടും വരും, എന്നാൽ കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചവിടെ ഇങ്ങനെ ഇരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീനയാണ്. ബാലചന്ദ്രൻ പോയി കഴിഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ അലീന ഇങ്ങനെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുവാണല്ലോ. അപ്പം മുത്തശ്ശി ചോദിക്കുക, എന്താ കൊച്ചേ നിൻ്റെ മുഖത്ത് നല്ല സന്തോഷം? അതെ, മുത്തശ്ശിയുടെ മരുമോൻ ഇന്ന് ഞാനുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് ഭയങ്കര സന്തോഷത്തോടെ പറഞ്ഞു, ഭക്ഷണമൊക്കെ സൂപ്പറായിട്ടുണ്ട്, ഇത്രയും നാളും ഇതുവരെ വയറ് നിറച്ച് കഴിച്ചിട്ടില്ല, സന്തോഷത്തോടെ കഴിച്ചിട്ടില്ല എന്നൊക്കെ. ഇന്ന വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചതെന്നും. അത് സത്യമാടി കൊച്ചേ,
ഇന്നാ ഞാനും വയറ് നിറച്ച് സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചത്. അത്രയ്ക്ക് രുചിയാ. എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതുപോലെ നീ എന്നും ഉണ്ടാക്കി തരികയാണെങ്കിൽ നീ പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് ഞാൻ നടക്കും, അത് ഉറപ്പാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ സന്തോഷിക്കുക. നീ വന്നത് ഞങ്ങളുടെ ഭാഗ്യം അടികൊച്ചേ. അത് മുത്തശ്ശിയുടെ മോൾക്ക് മാത്രം മനസ്സിലാവുന്നില്ലല്ലോ. മുത്തശ്ശിയുടെ മോൾ ഏത് നേരം എന്നെ വഴക്കു പറയല്ലേ. സാരമില്ല, അവളുടെ സ്വഭാവം അങ്ങനെയാണെന്ന് കരുതിയാൽ മതി. അല്ലെങ്കിൽ തന്നെ അവൾ അങ്ങനെയാ. ദേ എത്ര ആരോടാണെങ്കിലും എന്നോടാണെങ്കിൽ പോലും അവൾ അങ്ങനെ തന്നെയാ. അതുകൊണ്ട് നീ അവളെ ഇതായിട്ട് എടുക്കണ്ട. ഇവിടെ അവളെ എല്ലാവരും ഇതാക്കുന്നതല്ലേ, അവളുടെ മക്കള്. എന്തിന് ബാലചന്ദ്രനെ പോലും അവളെ വെറുതെ വിടില്ല. ബാലചന്ദ്രൻ ഓഫീസിൽ നിന്നും വന്നു കഴിഞ്ഞാൽ പിന്നെ അവനൊരു ധൈര്യവും ഉണ്ടാവില്ല. അവിടെ ഇരിക്കുന്നതാണ് അവന് ധൈര്യം. ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോൾ അവന് ഒരു സ്വൈര്യവും കൊടുക്കാതെയാ വൈജയുടെ സംസാരം. അതുകൊണ്ട് അതൊന്നും മോള് കാര്യമാക്കണ്ട. പോകെ എല്ലാം ശരിയാവുമെന്ന് കരുതിയിട്ടും കാര്യമില്ല. അവളുടെ വർത്തമാനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഒന്നും ശരിയാവാൻ പോകുന്നില്ല എന്ന്. അതുകൊണ്ടേ മോളിവിടെ എന്നെയും ബാലചന്ദ്രനെയും ദേ കൃഷ്ണമോളെയൊക്കെ നോക്കി നിന്നാൽ മതി. ഞങ്ങളൊക്കെ നല്ല സ്നേഹമുള്ളവരാ. വൈജയ്ക്ക് സ്നേഹമൊക്കെ ഉണ്ട്, സ്നേഹത്തിനൊരൊറ്റ കുറവുമില്ല. പക്ഷേ അവളുടെ മനസ്സിലുള്ള സ്നേഹം പുറത്ത് കാണിക്കാൻ അവൾക്കറിയില്ല. അതുകൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ പെരുമാറുന്നത്. അത് കാര്യമായിട്ട് എടുക്കാതിരുന്ന എല്ലാം ശരിയാവും മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയമാണെങ്കിൽ അലീന പ്രജിത മമ്മിയോട് പോയി പറയാം, മമ്മി ഇന്ന് ഞാനിവിടെ ഭക്ഷണം ഉണ്ടാക്കി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാനുണ്ടാക്കിയ ഭക്ഷണം എല്ലാവരും വയറിറച്ച് കഴിച്ചിട്ടാണ് പോയത്. എനിക്കത് കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞു. സന്തോഷമായി മമ്മി, സന്തോഷമായി. എൻ്റെ അമ്മയും എൻ്റെ കുടുംബത്തിലുള്ളവരും വയറ് നിറച്ച് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി എന്നൊക്കെ പറയണം. അത് കേട്ടതും നമ്മുടെ മുത്തശ്ശി, നീ എന്താ മോളെ സംസാരിക്കുന്നേ? അത് ഞാൻ പ്രജിത മമ്മിയോട് പറയുമായിരുന്നു, എല്ലാവരും എന്നോട് നല്ല ഭക്ഷണമാണെന്നൊക്കെ പറഞ്ഞു എന്ന്. നന്നായി മോളെ, നീ ഇടയ്ക്കിടയ്ക്ക് നിൻ്റെ പ്രജിത മമ്മിയോട് സംസാരിക്കുന്നത് നല്ലതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശിയും ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് രേവതിക്കുട്ടിയാണ്. രേവതിക്കുട്ടിയാണെങ്കിൽ മാമച്ചായനെ തുറച്ചു നോക്കുക. മാമച്ചായനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ മാമച്ചായനും ഗ്രേസമ്മ അവിടെ ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ രേവതിക്കുട്ടി അങ്ങോട്ട് നിന്നിട്ട് ഗ്രേസമ്മനോട് പറയാം, അതെ ഞാൻ അപ്പോൾ രേവതിക്കുട്ടിയെ എന്താ എന്നാ നിൻ്റെ ശമ്പളം, നീ ഇവിടെ ജോലിക്ക് വന്നിട്ട് 1 മാസമായി, അതുകൊണ്ട് നിനക്ക് പറഞ്ഞ കാശ് തരണമല്ലോ, ദേ എന്നാ ശമ്പളം മേടിച്ചോ. അപ്പോൾ രേവതിക്കുട്ടി പോയി ആ ശമ്പളം മേടിക്കുക. അത് മേടിച്ചിട്ട് രേവതിക്കുട്ടി മാമച്ചായനെ നോക്കി, ഈ ശമ്പളം എന്ത് ചെയ്യാനേ പോകുന്നേ? മാസം 10,000 രൂപയാണ് നിനക്ക് ശമ്പളം പറഞ്ഞിരിക്കുന്നത്. 10,000 രൂപ മുഴുവനും ഉണ്ട്, എണ്ണി നോക്കിക്കോ. വേണ്ട, എനിക്ക് നിങ്ങളെയൊക്കെ വിശ്വാസമാണ്, എണ്ണേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ തരുമെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി നേരെ ഗ്രേസമ്മയുടെ അടുത്തേക്ക് തിരിഞ്ഞു. എന്നിട്ട് ഗ്രേസമ്മയോട് പറയുക, ഇത് മേടിക്ക്. അപ്പോൾ ഗ്രേസമ്മ, ഇതെന്തിനാടി കൊച്ചെ നീ എൻ്റെ കയ്യിൽ തരുന്നേ? നിൻ്റെ അക്കൗണ്ടിലിട്. അത് കേട്ടതും, എനിക്കിതൊന്നും വേണ്ട, എന്നെ നോക്കുന്നത് നിങ്ങളല്ലേ, അപ്പോൾ ഇത് നിങ്ങൾ തന്നെ വെച്ചോ എന്നും പറയുക. അതെന്താ, നിനക്ക് കാശൊന്നും വേണ്ടേ? വേണ്ട, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഒരു വേലക്കാരിയായിട്ടല്ല. എനിക്കിവിടെ നിൽക്കുമ്പോൾ ഈ വീട്ടിലെ ഒരു നിങ്ങളുടെയൊക്കെ കൂടെ ഉള്ളൊരു ആളായിട്ട് എനിക്ക് തോന്നുന്നേ. അതുകൊണ്ട് ഈ പൈസയുടെ ആവശ്യം എനിക്കില്ല. എൻ്റെ കൊച്ചെ അങ്ങനെയൊന്നും പറയണ്ട. ഇന്നത്തെ കാലത്ത് കാശില്ലെങ്കിൽ ജീവിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നീ മിണ്ടാതെ കൊണ്ട് ഇത് ബാങ്കിലിട്ടെ. അത് കേട്ടതും, വേണ്ടെന്നേ, നിങ്ങൾ വെച്ചോ, നിങ്ങളാ ഇപ്പം എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ. എനിക്ക് നിങ്ങളെ സന്തോഷം. പ്രജിത മമ്മി പോയതിന് ശേഷം ഞാൻ ഇപ്പോൾ ഒരുപാട് സ്നേഹിക്കുന്നത് നിങ്ങളെയാണ്. സത്യം പറയാലോ, ഈ വീട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് നല്ല പേടിയായിരുന്നു. സ്നേഹനികേതനത്തിൽ നിന്നും വന്നത് കൊണ്ട് എന്നോട് നിങ്ങൾ അകൽച്ച കാണിക്കുമോ, എന്നെ നിങ്ങൾ പണിയെടുപ്പിച്ച് ഇല്ലാതാക്കുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷേ നിങ്ങളെ അന്ന് സ്നേഹനികേതനത്തിൽ വെച്ച് കണ്ടപ്പോൾ എനിക്ക് നല്ല പേടിയായിരുന്നു. നിങ്ങളുടെ കൂടെ വരില്ല എന്ന് ഞാൻ അലീന ചേച്ചിയോടും മമ്മിയോടും പറഞ്ഞ് ഒരുപാട് കരഞ്ഞു. അതിനുശേഷം എനിക്ക് നിങ്ങളോടൊപ്പം വരേണ്ടി വന്നു കഴിഞ്ഞപ്പോഴാണ് നിങ്ങളുടെ സ്വഭാവം എനിക്ക് മനസ്സിലായേ. സത്യം പറഞ്ഞാൽ അമ്മയുടെ സ്നേഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ എനിക്കൊരു അമ്മയെ കിട്ടിയിട്ടില്ല. ആ അമ്മയാ ഇന്ന് ഗ്രേസമ്മ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിക്കുട്ടി ഗ്രേസമ്മയുടെ മനസ്സ് കണ്ണും നിറയിച്ചു. ഗ്രേസമ്മ സന്തോഷത്തോടെയും സങ്കടത്തോടെയും അവിടെ നിന്നും എഴുന്നേറ്റു. എന്നതാ കൊച്ചെ നീ പറയുന്നേ? ഞാൻ പറഞ്ഞത് സത്യം, കർത്താവാണ് സത്യം. എൻ്റെ എല്ലാം നിങ്ങൾ രണ്ടുപേരും എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ തന്ന സ്ഥാനം ഉണ്ടല്ലോ, അതൊരുപാട് മുകളിലാണ്. ഒരിക്കലും താഴേക്ക് പോവില്ല എന്ന് എനിക്കറിയാം. ആ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഈ പൈസ എൻ്റെ അമ്മയെ ഏൽപ്പിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഗ്രേസമ്മയുടെ കയ്യിലേക്ക് കാശ് നിർബന്ധിച്ച് വെച്ച് കൊടുത്തിട്ട്
രേവതിക്കുട്ടി അങ്ങ് പോവുക. രേവതിക്കുട്ടി അങ്ങോട്ട് പോയി കഴിഞ്ഞതും നമ്മുടെ ഗ്രേസമ്മ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞത് കേട്ടില്ലേ മാമച്ചായ, നമുക്ക് പണമുണ്ട്, ആരി എറിയാൻ ഇഷ്ടം പോലെ കാശുണ്ട്, എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ നമുക്ക് ആരെങ്കിലും ഉണ്ടോ എന്നും. അത് കേട്ടതും ഞാനും അവൾ പറയുന്നത് കേട്ട് ചിന്തിച്ചിരിക്കുമായിരുന്നു ഗ്രേസമ്മേ. ഒരു വേലക്കാരിക്കും ഇങ്ങനെ പറയാൻ പറ്റില്ല. അവൾ നമ്മുടെ വീട്ടിലൊരു വേലക്കാരിയായിട്ടല്ല, ഒരു മകളായിട്ടാണ് നിൽക്കുന്നത്. അതെനിക്കും അറിയാം. പക്ഷെ എന്തായാലും അവളുടെ മനസ്സിൽ നമ്മളോടുള്ള സ്നേഹം ഒരുപാട് മുകളിലാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും അവൾ നമ്മളെ വിട്ടു പോകില്ല, അല്ലേ ഗ്രേസമ്മേ എന്നൊക്കെ പറയാതെ കേട്ടതും അതൊന്നും അറിയില്ല മാമച്ചായ, അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. എന്തായാലും എനിക്ക് സന്തോഷമായി. ഇതുപോലെ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് പണം ഏൽപ്പിക്കാനും വിശ്വാസത്തോടെ ഞാനാണ് അമ്മയെന്ന് പറയാനും അവൾക്ക് തോന്നിയല്ലോ. ആ സന്തോഷം എൻ്റെ മനസ്സിൽ എന്നും ഉണ്ട് മാമച്ചായ. ഇതിൻ്റെ പേരിൽ അവളെ ഞാൻ ഒരിക്കലും സങ്കടപ്പെടുത്തില്ല, എന്നും കൂടെ നിർത്തും. എൻ്റെ പൊന്നു മോളെ പോലെ ഞാൻ അവളെ നോക്കും എന്നും പറഞ്ഞുകൊണ്ട് ഗ്രേസമ്മയും അങ്ങ് പോവുക. ഈ സമയം മാമച്ചായ അവളെ തെറ്റിദ്ധരിച്ചു. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവൾ പറഞ്ഞു കൊടുത്തപ്പോൾ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടാനുള്ള വഴികളൊക്കെ നോക്കണമെന്ന് കരുതിയതാ. പക്ഷേ അവൾ തോപ്പിച്ചു കളഞ്ഞു. സ്നേഹം കൊണ്ട് ഞങ്ങളെ തോപ്പിച്ചു കളഞ്ഞു. അവളെന്തായാലും എൻ്റെ നല്ലതിന് വേണ്ടി അതൊക്കെ ഗ്രേസമ്മയോട് പറഞ്ഞു കൊടുത്തതെന്ന് എനിക്കിപ്പം മനസ്സിലായി. മിടുക്കി കുട്ടിയാ ഞങ്ങളുടെ രേവതിക്കുട്ടി, അവളെ പഠിപ്പിക്കണം, പഠിപ്പിച്ച് വലിയ നിലയിലെത്തിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മാമച്ചായനും അങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രനെയാണ്. ബാലചന്ദ്രനാണെങ്കിൽ ഓഫീസിൽ ഭയങ്കര സന്തോഷമാണ്. അപ്പോഴേക്കും വൈജ ഫോൺ വിളിച്ചു. ഹലോ ബാലേട്ടാ, ബാലചന്ദ്ര, എന്താ വൈജേ, നിങ്ങൾ ഫുഡ് കഴിച്ചോ? ആ കഴിച്ചു. അവിടെ പോയി കഴിച്ചിട്ടാണോ വന്നത്? ആ ഞാൻ കഴിച്ചിട്ടാണ് വന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഫുഡൊക്കെ? ഓ എൻ്റെ വൈജേ ഒന്നും പറയണ്ട, ഇത്ര നാളത്തെ കാലം അടിപൊളി ഫുഡായിരുന്നു. ഞാൻ വയറ് നിറച്ച് കഴിച്ചിട്ടാണ് വന്നത്. അത് കേട്ടതും എനിക്കും അങ്ങനെ തോന്നി. നമ്മൾ കുറ്റം പറഞ്ഞെങ്കിലും അവൾ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ മിടിക്കുക അല്ലേ? അതെ, അത് ശരിയാ. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കിയിരുന്നു എന്നൊക്കെ പറയുകയാണ്. ഈ സമയം അവരിങ്ങനെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വേറൊരാൾ കോളിംഗ് ബെല്ലടിക്കുക. കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് അലീന, ഈശ്വര, കർത്താവേ ആരായിരിക്കും എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് പോയി വാതിൽ പതുക്കെ പോയി തുറക്കുക. പേടിച്ച് തുറക്കുന്ന സമയത്ത് മുന്നിലേക്ക് വന്ന് നിന്നത് നമ്മുടെ ഹരി, അതായത് കമലയുടെ മകൻ. അവനെ കണ്ടതും ആകെ പേടിച്ച് അലീന, എന്ത് വേണം? ഇവിടെ ആരും ഇല്ലല്ലേ? മുത്തശ്ശിയുണ്ട് എന്നും പറയണം. മുത്തശ്ശി മാത്രമല്ലേ ഉള്ളൂ, മുത്തശ്ശിക്ക് ഒന്നും അറിയില്ല. മുത്തശ്ശിക്ക് വയ്യാതെ കിടക്കുമല്ലേ? എന്തിനാ വന്നേ? ഞാൻ മുത്തശ്ശിയെ കാണാൻ വന്നതാ. കൂടെ കുട്ടിയെ ഒന്ന് കണ്ടേച്ച് പോകാമെന്ന് കരുതി. എന്നെ കാണണ്ടായിരുന്നു. അന്ന് എന്നോട് എങ്ങനെ പെരുമാറണമെന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ? എന്നിട്ടും കുറച്ചെങ്കിലും അന്തസ്സില്ലേ? ഒരു വലിയ വീട്ടിൽ പിറന്ന ഇതെങ്കിലും കാണിക്കണമെന്ന് പറഞ്ഞതല്ലേ? അല്ലെങ്കിൽ തന്നെ തറവാടിൻ്റെ അന്തസ്സ് കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നീയൊക്കെ ആണാണെന്ന് പറഞ്ഞ് ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് കേട്ടതും നിൻ്റെ അഹങ്കാരം ഞാൻ അവസാനിപ്പിക്കുന്നുണ്ടടി. നീയേ ഒരുപാട് അഹങ്കാരിയാ, ഒരു പണക്കാരിയാണെന്നുള്ള അഹങ്കാരമാണ് എനിക്ക്. എന്നാ നീ എന്ത് കണ്ടിട്ടാണ് ഈ അഹങ്കരിക്കുന്നേ? ഞാനൊന്നും കണ്ടിട്ട് അഹങ്കരിക്കുന്നില്ല. എനിക്ക് ഒരാളുടെ ഔദാര്യത്തിൽ ജീവിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ അന്ന് സംസാരിച്ചതുപോലെ എന്നോട് വീണ്ടും വീണ്ടും സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെയുള്ളവരോട് പറഞ്ഞു കൊടുക്കും. നീ ചെന്ന് പറയടി. അവരെന്താ നീ പറഞ്ഞ ഉടനെ കണ്ണു അടച്ചത് വിശ്വസിക്കുന്നതാണോ നിൻ്റെ വിചാരം? എന്നാൽ നിനക്ക് തെറ്റി. ഒരിക്കലുമില്ല. അവർക്കൊക്കെ എന്നെ ഭയങ്കര വിശ്വാസമാണ്. അതുകൊണ്ട് നീ എന്ത് പറഞ്ഞാലും അവരാരും വിശ്വസിക്കാൻ പോകുന്നില്ല, ആരും. അത് കേട്ടതും നമ്മുടെ അലീന ആകെ പേടിച്ച് നിൽക്കുക. അത് ഒന്നെങ്കിൽ അകത്തേക്കോ അല്ലെങ്കിൽ പുറത്തേക്കോ, എനിക്ക് വാതിൽ പൂട്ടണം. എന്നോട് വൈജ മാഡം പറഞ്ഞിട്ടാണ് പോയത് വാതിൽ തുറക്കരുതെന്ന്. പിന്നെ ആരാണെന്ന് അറിയില്ലല്ലോ, കമലയും കൃഷ്ണയും ബബിതയും ഒക്കെ വരേണ്ട സമയമാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വാതിൽ തുറക്കാമെന്ന് വിചാരിച്ച് വന്നത്. അപ്പോൾ നിങ്ങളെന്തിനാ അവിടെ ഇവിടെയൊക്കെ എന്നെ ശല്യം ചെയ്യുന്നത്? ഞാൻ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോ ദിവസവും നിന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് ഞാൻ പറയുന്ന അനുസരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ എത്ര ലക്ഷങ്ങൾ തരാമെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഒപ്പം വരാനൊന്നും എന്നെ കിട്ടില്ല. ഞാൻ ഈ വീട്ടിൽ ജോലിക്ക് നിന്നോളാം. ഈ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നത് എനിക്കിഷ്ടം. അതുകൊണ്ട് മര്യാദയ്ക്ക് പോ, ഇല്ലെങ്കിൽ ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞു കൊടുക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന ഹരിയെ ഭീഷണിപ്പെടുത്തുക. എന്നിട്ട് കഥ കടയ്ക്കുക. അത് കണ്ടതും ഹരി, ഇവളുടെ അഹങ്കാരം ഇതോടുകൂടെ അവസാനിപ്പിക്കണം, ഇവളെ തീർക്കണം. എന്താ ഒരു വഴി? ഇല്ലെങ്കിൽ ഇവിടുന്ന് ഇവളെ ഓടിച്ചു വിടാനുള്ള പണി നോക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഹരി തലപുകഞ്ഞിങ്ങനെ ഇരിക്കുക. ഈ സമയമാണെങ്കിൽ അലീനയ്ക്കാകെ പേടിയായി. കർത്താവേ, എവിടെ പോയാലും ആരെങ്കിലും ഒരാളായിട്ട് ഉണ്ടാവുമല്ലോ. ഇവൻ കുഴപ്പക്കാരനാ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ? പേടിയാവുന്നു. കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട്
മനഃപൂർവ്വം കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക. തല പെരുത്തു പോകുന്ന പേടിയാ വരുന്നതെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അലീന ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളോട് നടക്കാൻ വന്നെല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.